ഹേയ് ഗായ്സ്, ഇന്നങ്ങനെ റമദാൻ 2 ആയല്ലേ. അപ്പോൾ റമദാൻ 2ൻ്റെ കുറച്ച് വിശേഷങ്ങളുണ്ടല്ലോ. അപ്പോൾ ഒരു ഉച്ച ആയ ശേഷം ഞാൻ ഈ സൂപ്പർ മാർക്കറ്റിലേക്ക് കുറച്ച് സാധനം വാങ്ങാനുണ്ടായിനി. അങ്ങനെ ഞാൻ അൻഫാനെയും കൂട്ടി പോവാട്ടാ. മോളെ കൂട്ടിയിട്ടില്ല, മോളെ ഞാൻ ഉമ്മ അടുത്താക്കിയിട്ടാ പോയത്. വേഗം അടുത്താണ് സൂപ്പർ മാർക്കറ്റ്, അങ്ങനെ വേഗം പോയിട്ട് തരാമെന്നുള്ളൊരു മെയിലിൽ പോയതാട്ടാ. അപ്പോൾ ഇതവിടെ കണ്ടപ്പോൾ നമുക്ക് എന്തോ കഴിക്കാൻ പോയി, അങ്ങനെ വാങ്ങിച്ചതാട്ടാ. കുറേ ആയിനെ ഇതൊക്കെ കഴിച്ചിട്ട്. അങ്ങനെ വാങ്ങി നേരെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മളെ മുട്ട തിളക്കുന്നുണ്ട് ഗൈസ്. അൻഫ ആണെങ്കിൽ പീടുന്നുണ്ടെന്ന മുട്ടായും ബിസ്ക്കറ്റും തിന്ന് തിരക്കിലാട്ടാ. പിന്നെ ഞങ്ങൾക്ക് വേണമെന്നൊക്കെ ചോദിക്കുന്നു. പിന്നെ ഇന്ന് ഏതായാലും ഞാൻ വിചാരിച്ച് ജ്യൂസ് അടിച്ചിട്ട് നേരത്തെ ഫ്രിഡ്ജിൽ വെക്കാം. കാരണം ബാങ്ക് കൊടുക്കാൻ നേരത്തെ ഓടണ്ടല്ലോ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഏതായാലും ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ച് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കു ഷേക്കാട്ടെ. അങ്ങനെ സപ്പോർട്ടിൻ്റെ തൊലിയൊക്കെ ഉള്ള ജ്യൂസ് അടിക്കുകയെന്ന്. എപ്പോഴും ലേറ്റായിട്ട് ജ്യൂസ് അടിക്കല്. ഇത് നേരത്തെ അടിച്ച് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അടിച്ച് വെക്കുന്ന ചേട്ടാ. പിന്നെ ഇന്ന് നമ്മൾ നോമ്പ് തുറക്കാക്കുന്നത് കക്ക റൊട്ടിയാട്ടാ. ഇത് അതായത് ഞാൻ പറയല് ഇതിന് കുഞ്ഞപ്പന്നാണ്, ബട്ട് കുറേ നാട്ടിൽ കുറേ പേരുണ്ട് എന്ന് തോന്നുന്നു. അതിന് ഞാൻ എന്തായാലും കുഞ്ഞപ്പന്നാ പറയൽ. പിന്നെ കക്കറൊട്ടിയെന്നും പറയലുണ്ട്. കക്കറൊട്ടിയെന്നും നമ്മുടെ നാട്ടിൽ പറയലുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിട്ട് ഇത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാട്ടോ ഇത്. ഏറ്റവും ഇഷ്ടപ്പെടുന്നില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡാട്ടോ ഇത്. അങ്ങനെ കക്കറൊട്ടി ആയിട്ടുണ്ട്. പിന്നെ നേരെ നമ്മളെ രണ്ടാമത്തെ ഡ്യൂട്ടി മുട്ട പൊരിക്കൽ, അതിലേക്ക് കടന്നിട്ടുണ്ട്. അങ്ങനെ മുട്ടയ്ക്ക് മസാല വെച്ചിട്ട് നേരെ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ഫ്രൂട്ട്സ് ആയിട്ട് എടുത്തത് ബത്തക്കയാട്ടാ. ഇന്ന് എന്തായാലും ബത്തക്ക മുറിക്കാമെന്ന് വിചാരിച്ചിട്ടു അങ്ങനെ ബത്തക്ക മുറിക്കുക. ഞങ്ങൾക്ക് ബത്തക്ക മുറിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആ സെൻറ്റർ പോർഷൻ കട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, 2 പളർപ്പാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബത്തക്ക മുറിച്ചിട്ടുണ്ട്. അപ്പോൾ അൻഫു അടുത്തിലുകൊണ്ട് അൻഫുവിന് കൊടുക്കുന്നതാട്ടാ ബത്തക്ക. ഓൾ പിന്നെ എന്ത് മുറിക്കുന്നുണ്ടെങ്കിലും ആക്കുന്നുണ്ടെങ്കിലും ഫസ്റ്റ് ഓക്ക് കൊടുക്കണം, അത് നിർബന്ധമാട്ടാ. പിന്നെ നമ്മുടെ നോമ്പിനുള്ള ഐറ്റംസൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ടേബിളിലേക്ക് എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് മുട്ട പൊരിച്ചത്. പിന്നെ അതിന് ആ ബ്രെഡോടാക്കിയൊരു സാധനം ഇട്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, മോള് കയറിയിട്ടുണ്ടായിന്. പിന്നെ ഇറച്ചിയട അതിലിട്ടുണ്ട്. പിന്നെ ജ്യൂസായിട്ട് നമ്മളെ സപ്പോട്ട ഷേക്ക് ഉണ്ടായിന്. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് അൻഫാട്ടാ ഫസ്റ്റ് തന്നെ നോമ്പൊരിക്കുന്നത്. നോമ്പില്ലെങ്കിലും ഫസ്റ്റ് നോമ്പൊരിക്കുന്ന ഓൾ തന്നെയായിരിക്കും. അങ്ങനെ ഫസ്റ്റ് തന്നെ ഓൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ ഓൾ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും നോമ്പൊരിക്കുന്ന ഓൾ നോക്കിയിരിക്കും കേട്ടോ. ഓൾക്ക് ഭയങ്കര അത്ഭുതമാണ്. കാരണം ബാങ്ക് കൊടുക്കുന്നുണ്ട് എല്ലാവരും കാത്തിക്കും, അത് കഴിഞ്ഞിട്ട് നോമ്പ് മുറിക്കും. അങ്ങനെയൊക്കെ കാണുമ്പോൾ ഒക്കെ ഒരു അത്ഭുതമാട്ടാ. പിന്നെ ഇത് പുറത്തുനിന്ന് വാങ്ങിയ കടിയാട്ടാ. ഇത് ഞാൻ വീടെടുക്കാൻ മറന്നുപോയി. പിന്നെ തിന്ന് മാക്ക് ഓർമ്മ തന്നെ വീഡിയോ എടുത്തിട്ടില്ലല്ലേ. അങ്ങനെ ഇതാ അൻഫു ഇട്ടുണ്ട്. പിന്നെ എല്ലാവരും നിസ്കാരത്തിലേക്കും എന്താ പറയുക പ്രാർത്ഥനയിലേക്കും കടന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ടൈം ഓളപ്പുരം കളിച്ചിട്ടുണ്ടായിന്. ഓൾ എണീച്ചുകൊണ്ട് തന്നെ ഓളപ്പുരം കുറച്ച് ടൈം കളിക്കും. അങ്ങനെ അൻഫു പിന്നെ പിള്ളേർ അങ്ങനെയല്ലേ, നിസ്കരിക്കുന്ന കണ്ടാൽ അവർക്ക് നിസ്കരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. അങ്ങനെ ഓൾ നിസ്കാരിക്കാൻ വേണ്ടി കളിക്കുന്ന പടാപ്പടട്ടെ ഇത്. അപ്പം ഇത്രയുള്ള ഇന്നത്തെ മിനി വ്ളോഗ്. വീണ്ടും ഇവിടെ ഞാൻ പിന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റ ബൈ ബൈ.